കോതമംഗലത്ത് നിന്ന് ഊന്നുകല്ലിൽ കൊല്ലപ്പെട്ട ശാന്തയുടെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത. പ്രതി രാജേഷ് പണയം വെച്ച 9 പവൻ സ്വർണ്ണമാണ് കണ്ടെത്തിയത്. പ്രതിയുടെ വാഹനവും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലാൽകൃഷ്ണനാണ് ചേരുന്നത് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഇത് എവിടെ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയത്? കൂടുതൽ വിവരങ്ങൾ പറയൂ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ തെളിവുകളിലൊന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ. 12 പവൻ സ്വർണം ശാന്തയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് മക്കൾ തന്നെ അന്ന് മൊഴി നൽകിയതാണ്. ഇതിൻ്റെ അകത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അടിമാലിയിലെ ഒരു സ്വർണ്ണക്കടയിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതായി ബോധ്യപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വർണം പണയം വെച്ച വകയിൽ അല്ലെങ്കിൽ സ്വർണം വിറ്റ വകയിലാണ് നിലവിൽ അയാൾ 4 ലക്ഷം രൂപയും 4 പവൻ്റെ ഒരു മാലയും അവിടെ നിന്ന് വാങ്ങിയിരുന്നു. ഈ 4 പവൻ്റെ മാല ഭാര്യയ്ക്ക് നൽകുകയാണ് ചെയ്തത്. ആ മാല പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് പണവുമായിട്ടാണ് രാജേഷ് ഒളിവിൽ പോയിരിക്കുന്നത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശാന്തയെ പെരുമ്പാവൂരിലെ വേങ്ങൂരിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ശാന്ത ചികിത്സയ്ക്ക് അന്ന് 18-ാം തീയതി പോയത്. അന്ന് ചികിത്സ കഴിഞ്ഞ് ശാന്തയെ ഇയാളുടെ വാഹനത്തിലാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഇത് സാധൂകരിക്കുന്നതിന് വേണ്ടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ വാഹനവും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ഫോറൻസിക് പരിശോധന നടത്തുന്ന കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പറഞ്ഞത്. പക്ഷേ ഈ വാഹനം കോതമംഗലത്തുള്ള ഒരു കടയിൽ ഉപേക്ഷിച്ച ശേഷം തനിക്ക് ബ്രദർ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളും, എനിക്ക് മറ്റൊരിടം വരെ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ആ വാഹനം ആ കടയിൽ നിന്ന് തന്നെയാണ് പോലീസും ഫോറൻസിക് സംഘവും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒളിവിൽ പോയ 22-ാം തീയതി മുതൽ ഇതുവരെ രാജേഷ് ഫോൺ ഓൺ ചെയ്തിട്ടില്ല. അതോടൊപ്പം ശാന്തയുടെ ഫോണും രാജേഷിൻ്റെ പക്കൽ തന്നെയാണുള്ളത്. ഈ 2 ഫോണുകളും ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശാന്തയുടെ പക്കലുള്ള 8 ലക്ഷം രൂപ, ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന 8 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ഈ പണവും രാജേഷും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒന്നുകിൽ ഈ കൊലപാതകം നടന്ന അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയ വീട്ടിലാണ്. പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് എക്സ്പേർട്ടിൻ്റെയും പരിശോധന ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. മാത്രമല്ല ഈ മൃതദേഹം കൊണ്ടുവന്നിട്ടത് ഏത് വഴിയാണ്, എങ്ങനെയാണ് എന്നീ കാര്യങ്ങളെല്ലാം കണ്ടെത്തണം. അതുമാത്രമല്ല ഇവിടെ പലയിടങ്ങളിലും രക്തക്കറയും മറ്റു കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും തെളിവിലേക്ക് നീളുന്ന രീതിയിലുള്ള വസ്തുക്കളോ മറ്റു കാര്യങ്ങളോ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം കൂടി പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതി പിടിയിലാകും എന്ന സൂചനയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അടിമാലിയിൽ തട്ടുകട നടത്തുന്നതിനോടൊപ്പം കോതമംഗലം നേരിമംഗലത്താണ് ഇയാൾ സ്ഥിരതാമസമാക്കിയിരുന്നത്. ഭാര്യയും കുട്ടിയും അടക്കമുള്ളവരും ഇവിടെ തന്നെയാണ് ഉള്ളതെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തലാണ് അതെന്ന് ഉറപ്പായും പറയാം. അല്പസമയം ഇന്ന് തന്നെ ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.